സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ദൈവാനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, മക്കളെ, നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ഒരു വ്യവസ്ഥയില്ലാതെ ഈശോ നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട്. പാപം ചെയ്യാതെ, പാപത്തെ സ്നേഹിക്കാതെ, പാപത്തെ സാഹചര്യത്തോടെ വെറുത്ത് ഉപേക്ഷിച്ച് നന്മയിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു നമ്മൾ ഇന്നലെ. അമ്മ നമ്മെ നയിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്നുണ്ട്. എല്ലാവരിലും ആത്മീയ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. വിശ്വാസത്തിൻ്റെ വിളക്കിൽ ദൈവിക വിജയം ആഘോഷിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മ പറയുന്നു, ലോക തടവിൽ നിന്ന് മനുഷ്യമക്കളെ സ്വതന്ത്രരാക്കാൻ, അവിടുത്തെ അങ്കിക്കുള്ളിൽ നിങ്ങളെ സംരക്ഷിക്കാൻ, സ്നേഹം കൊണ്ട് നിങ്ങളെ പൊതിയാൻ ഒന്നു മാത്രം നിങ്ങൾ ചെയ്യൂ. എന്താ അമ്മ ചെയ്യാൻ പറയുന്നത്? നിങ്ങൾക്കുള്ളത് വൈകാതെ അവിടുത്തേക്ക് സമർപ്പിക്കൂ. മീറയും സ്വർണവും കുന്തിരിക്കവും പോലെ അവിടുന്ന് അത് സ്വീകരിക്കും. അമ്മ വീണ്ടും പറയുന്നു, മക്കളെ, നിങ്ങൾ ഒന്നു മാത്രം ചെയ്താൽ മതി. സ്നേഹം കൊണ്ട് യേശുവിനെ പൊതിയാൻ, യേശുവിൻ്റെ തിരുഹൃദയമാകുന്ന അങ്കിക്കുള്ളിൽ നിങ്ങൾക്ക് കയറാൻ, അവിടുത്തെ സംരക്ഷണം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ, നിങ്ങൾ സുരക്ഷിതരാണെന്ന ബോധ്യം നിങ്ങൾക്ക് ലഭിക്കാൻ ഒന്ന് മാത്രം ചെയ്യുക. ഒരു കാര്യം. എന്താ കാര്യം? നമുക്കുള്ളത് എന്താണോ, നമ്മൾ എന്താണോ, നീ പാപിയാകാം, നീ രോഗിയാകാം, നിരാശയിലാകാം, സങ്കടങ്ങളുണ്ടാകാം, നെടുവീർപ്പുകളാൽ നീ വിഷമിക്കുന്നുണ്ട്, നിനക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നിൻ്റെ ജീവിതത്തിൽ ഒരു ഉത്തരവും ഇല്ലായിരിക്കാം, നിനക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം ദൈവിക പദ്ധതിയോട് ചേർന്ന് നീ ചിന്തിച്ചിട്ട് നീ എന്താണോ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കാൻ. അതെങ്ങനെയാണെന്നോ ഈശോ സ്വീകരിക്കുന്നേ? കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ പൂജരാജാക്കന്മാർ വന്ന് മീറയും സ്വർണവും കുന്തിരിക്കവും കാഴ്ചവെച്ചു എന്ന് വചനം പറയുന്നില്ലേ? അതുപോലെയാണെന്ന്. പൂജരാജാക്കന്മാർക്ക് ദൈവിക വെളിപ്പാടുകൾ ഉണ്ടായിട്ട് വെളിപാടുകളെ സ്വീകരിച്ചുകൊണ്ട് രക്ഷകനായി പിറന്ന ഉണ്ണിമിശിഹായെ മറിയത്തോടും യൗസേപ്പിതാവിനോടും കൂടി ആരാധിക്കാനായി വിദൂരതയിൽ നിന്ന് പുറപ്പെട്ട രാജാക്കന്മാരുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത സ്വർണം, അതിനൊക്കെ പ്രതീകങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. സ്വർണം, മീറ, കുന്തിരിക്കം. തിരുസഭയിൽ അതൊക്കെ വളരെ അർത്ഥമുള്ള സംഭവങ്ങളാണ്. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ധൂപം അർപ്പിക്കുന്നു. കുന്തിരിക്കം, സ്വർണത്തിനും അത് പറയുമ്പോൾ അതിൻ്റേതായ അർത്ഥമുണ്ട്. അങ്ങനെ ആ സ്വർണവും മീറയും കുന്തിരിക്കവും പോലെ ഈശോ അത് സ്വീകരിക്കുന്നു. എന്തൊരു അത്ഭുത! നമ്മുടെ ജീവിതം എത്ര അഴുക്കിലാണെങ്കിലും നീ അവിടെ നിന്ന് എഴുന്നേക്കാൻ സഹായിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട്, കുഞ്ഞെ, നിന്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കേ. അപ്പോൾ കർത്താവ് അഴുക്ക് നിറഞ്ഞ ഒരു ജീവിതമായിട്ടല്ല അത് സ്വീകരിക്കുക. സ്വർണം, മീറ, കുന്തിരിക്കം, ദൈവസന്നിധിയിൽ നിന്റെ ജീവിതം ഒരു ധൂപാർപ്പണമായിട്ട് സ്വീകരിക്കപ്പെടുകയാണ്. കുഞ്ഞുണ്ണീശോ എങ്ങനെയാണ് സ്വർണവും കുന്തിരിക്കവും മീറയും സ്വീകരിച്ചത്? അത് ആരാധനയ്ക്ക് ഏറ്റവും ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. അത് എങ്ങനെയാണ് എടുത്തത്, അതുപോലെ ദൈവം നിന്നെ എടുക്കുന്ന അമ്മ ഉറപ്പ് തന്നിട്ടുള്ളത്. അമ്മ പറഞ്ഞാൽ പിന്നെ അതിനൊരു തെറ്റില്ല. അമ്മ പറഞ്ഞാൽ അത് ശരിയാണ്. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, നീ ഏതവസ്ഥയിലാണെങ്കിലും, നിൻ്റെ ഏതൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടെങ്കിലും, എത്ര കണ്ണീർ കയത്തിലാണെങ്കിലും,
ദൈവമേ, ഇതിൽ നിന്നൊരു മോചനമില്ലേ എന്ന് ചിന്തിച്ച് നെടുവീർപ്പിട്ടുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരും സമ്പന്നരും ദരിദ്രരും പാവപ്പെട്ടവനും പാമരനും എല്ലാം ഈ നിമിഷത്തിൽ ഒരു കാര്യം ചെയ്യേ കുഞ്ഞെ, നീ ഏതവസ്ഥയാണെങ്കിലും അത് കർത്താവിന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുകയും അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുമ്പോൾ സാധ്യമാകുന്നത് അഴുക്കുകളും ചുളിവുകളും കറകളും എല്ലാം അമ്മ തുടച്ച് വൃത്തിയാക്കും. എന്നിട്ട് ആ കുഞ്ഞിനെ സമർപ്പിക്കുക. ആ സമർപ്പണം സ്വർണം പോലെ, മീറ പോലെ, കുന്തിരിക്കം പോലെ ഒരു ധൂപാർപ്പണമായിട്ട്, ഒരു ബലിക്കുള്ള ഒരുക്കമായിട്ട് നിന്റെ ജീവിതത്തെ തന്നെ ഈശോ ഏറ്റെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അമ്മ പറയുന്നു, സ്നേഹം എന്ന സ്വർഗീയ നിയമം പാലിക്കൂ. സ്നേഹം സ്വർഗീയ നിയമമാണെന്ന് അമ്മ പറയുന്നേ. ഈശോ പറഞ്ഞു, ഞാൻ സ്നേഹമാകുന്നു. യേശു സ്നേഹമാകുന്നു. എന്നിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവത്തിൽ വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. ആ ദൈവത്തെ സ്നേഹിക്കുക എന്ന സ്വർഗീയ നിയമം, അത് സ്വർഗീയ നിയമമായിട്ട് കാണുന്നവർക്ക് ഈ ലോകത്തെയും സ്വർഗീയമായിട്ട് സ്നേഹിക്കാൻ പറ്റും. നന്മ കണ്ട് സ്നേഹിക്കാൻ പറ്റും. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മറ്റുള്ളവരോടുള്ള സ്നേഹമല്ല ഉദ്ദേശിക്കുന്നേ. സ്നേഹം, പരിശുദ്ധമായ സ്നേഹം സ്വർഗത്തിൻ്റെ നിയമമാണ്. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അത് സ്നേഹം മാത്രമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആ സ്വർഗത്തിൽ നമ്മൾ എത്തേണ്ടേ? അതിനുവേണ്ടി സ്വർഗീയ നിയമം പാലിക്കൂ. കൂദാശ ജീവിതവും അനുതാപവും ജപമാല പ്രാർത്ഥനയും സ്വയം പരിത്യജിക്കലും ജീവിതത്തിലെ ഭാഗമാക്കൂ. ഇന്ദ്രിയ നിഗ്രഹണവും ആത്മീയ പരിത്യാഗവും സ്വയം നിയന്ത്രണവും സംയമനവും നമുക്ക് ആവശ്യമാണെന്ന് അമ്മ പറയാ. അനുതപിക്കണം, കൂദാശകൾ സ്വീകരിച്ച് ജീവിക്കണം, കൂദാശയായി മാറണം. ജപമാല പ്രാർത്ഥന കൈവിടരുത്. സ്വയം പരിത്യജിക്കുക. ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റിവെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഇഷ്ടമുള്ള ഭക്ഷണമോ ഇഷ്ടമുള്ള വസ്തുക്കളോ, അങ്ങനെ നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസയ്ക്ക് യോഗ്യമാണെന്ന് മാനുഷിക ബുദ്ധി ചിന്തിക്കുന്നതുമായ ചില കാര്യങ്ങൾ, അതൊക്കെ കർത്താവിൻ്റെ മുൻപിൽ വലിയ കാര്യങ്ങളാണ്. അങ്ങനെ സ്വയം പരിത്യജിക്കലിലൂടെ, കൊച്ചു കൊച്ചു ത്യാഗങ്ങളിലൂടെ ജീവിച്ചിട്ട് അത് ജീവിതത്തിലെ ഭാഗമാക്കൂ. ഈ അമ്മയുടെ വിമല ഹൃദയത്തിൽ എല്ലാം സമർപ്പിക്കൂ. നിങ്ങളെ രക്ഷിക്കാനും പിതാവിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കാനും എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും വിശുദ്ധിയുള്ള ജീവിതവും ആവശ്യമാണ്. അമ്മ അത് ആവശ്യപ്പെടുന്നത് നമ്മളിൽ നിന്ന്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആവശ്യപ്പെടാറില്ലേ? അമ്മ ആവശ്യപ്പെടുന്നത് ഇതാ, നിങ്ങളുടെ വിശുദ്ധിയുള്ള ജീവിതം, പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ കൂദാശകളുണ്ട്, ജപമാല പ്രാർത്ഥനയുണ്ട്, അനുതാപമുണ്ട്, പരിത്യാഗങ്ങളുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഭയപ്പെടാതെ പാപത്തെ വെറുത്ത് എൻ്റെ പൊന്നുണ്ണിയെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് ഈ അമ്മയുടെ കണ്ണുനീർ കുറയ്ക്കാൻ നിങ്ങൾ തയ്യാറാകില്ലേ? അമ്മ ചോദിക്കുക മക്കളോട്. പാപത്തെ വെറുക്കാൻ ഭയപ്പാട് പാടില്ല. ഭയപ്പെടാതെ പാപത്തെ വെറുത്ത് നമ്മുടെ കർത്താവിനെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് ഈ അമ്മയുടെ കണ്ണുനീർ കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കില്ലേ? തയ്യാറാകില്ലേ? മക്കളെ, അസ്തമയത്തിന് മുൻപ്, രാത്രിയുടെ ആഗമനത്തിന് മുൻപ് ഈ അമ്മയുടെ സ്വരം നിങ്ങൾ ശ്രവിക്കൂ. അമ്മയ്ക്ക് പറയാനുള്ളത് അതാ. മക്കളെ, അസ്തമയത്തിന് മുൻപ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്, രാത്രി വരുന്നതിന് മുൻപ്. എപ്പോഴാ രാത്രി വരിക? സൂര്യൻ അസ്തമിക്കുമ്പോഴല്ലേ? നമ്മുടെ നീതി സൂര്യനായ രക്ഷകനായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നിന്ന് അസ്തമിച്ചു പോകുന്നതിന് മുൻപ്, എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുന്ന നീതി സൂര്യനായ കർത്താവ്
നിന്റെ ജീവിതത്തിൻ്റെ പാപ വഴികളെ കണ്ട് നിനക്ക് കർത്താവിനെ കാണാൻ പറ്റാത്ത വിധത്തിൽ ദൈവാനുഭവങ്ങൾ അസ്തമിച്ചു പോകുമ്പോൾ അത് നിനക്ക് അന്ധകാരവും ഇരുട്ടും രാത്രിയുമായിരിക്കും. അതുകൊണ്ട് അസ്തമനത്തിന് മുൻപ് നീ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അസ്തമിച്ചു പോകും. ആ അസ്തമനത്തിന് മുൻപ്, രാത്രിയുടെ തിന്മയുടെ ആഗമനത്തിന് മുൻപ് അമ്മയുടെ സ്വരം ശ്രദ്ധിക്കൂ. രക്ഷയുടെ പാത നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വിസ്തൃതമല്ല, സുഖകരവുമല്ല. വിശുദ്ധീകരണത്തിനായി ലഭിക്കുന്ന സഹന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി കുരിശിൻ പാതയിലൂടെ ഈ അമ്മയോടൊപ്പം മുന്നേറാനായിട്ട് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു. നാശത്തിൻ്റെ പാത നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ പെറ്റമ്മ പറയുന്നതിനേക്കാളും വലിയ കൃപയോടും ദാഹത്തോടും കൂടെ ശ്രവിക്കണമേ. നാശത്തിൻ്റെ പാത, ആത്മാക്കളെ നശിപ്പിക്കുന്ന വഴി, നിങ്ങൾക്ക് മുൻപിൽ തുറന്നിട്ടിരിക്കുന്ന, വിശാലമായി തുറന്നിട്ടിരിക്കുന്ന തിന്മയുടെ വാക്കുകൾക്ക് മുൻതൂക്കം കൊടുക്കാതെ നാശത്തിൻ്റെ പാത ഉപേക്ഷിച്ചിട്ട് ശത്രുവിൻ്റെ പീഡനം ഏറ്റുവാങ്ങുമ്പോൾ, ഉപേക്ഷിക്കാൻ അമ്മ പറയുന്നു, അല്ലെങ്കിൽ ശത്രുവിൻ്റെ പീഡനം ഏറ്റുവാങ്ങുമ്പോൾ രക്ഷിക്കാൻ ആർക്കു സാധിക്കും? പരിശുദ്ധ അമ്മ ചോദിക്കുക, നാശത്തിൻ്റെ പാതയിലൂടെ പോയിട്ട് ഞാൻ രക്ഷപ്പെടുന്നില്ല, എനിക്ക് രക്ഷ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേവലാതിപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. വരൂ മക്കളെ, സ്നേഹത്തിൻ്റെ പാരമ്യം, കരുണക്കടൽ നിങ്ങളെ ദയയോടെ കരുണയോടെ വിളിക്കുന്നു. ഈശോ നമ്മെ വിളിക്കുകയാണ്. ദയയുടെ പാരമ്യം, കാരുണ്യത്തിൻ്റെ നിറവ് നമ്മെ വിളിക്കുന്നു എന്ന് കരുണയുടെ അമ്മ കണ്ണുനീരൊഴുക്കി നമ്മളോട് പറയുമ്പോൾ, ആ കാരുണ്യത്തിൻ്റെ വിളിക്ക് മുൻപിൽ അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചിന്തകൾ വെച്ചു പുലർത്തിക്കൊണ്ട് കാതടച്ചു കളഞ്ഞാൽ പരിശുദ്ധ അമ്മ പറയാ, ആ ദിനം വിദൂരമല്ല. കരുണയോടെ ദൈവസന്നിധിയിലായിരിക്കൂ മക്കളെ, ആ ദിനം വിദൂരമല്ല എന്ന് വിളിച്ചോതുന്നു. അനുതപിക്കൂ, പശ്ചാത്തപിക്കൂ, പ്രാർത്ഥിക്കൂ, രക്ഷ നേടൂ. ദൈവത്തിൻ സമാധാനം നിങ്ങളോട് കൂടെ. പരിശുദ്ധ അമ്മ എത്ര സ്നേഹിച്ചിട്ടാണ് നമ്മളോട് ഇതൊക്കെ പറയുന്നേ. അമ്മ പറഞ്ഞില്ലേ, അസ്തമയത്തിന് മുൻപ്, രാത്രിയുടെ ആഗമനത്തിന് മുൻപ്. ഞാൻ വീണ്ടും അത് പറയാൻ ആഗ്രഹിക്കുക, കുഞ്ഞേ, നീ പാപത്തിലാണെങ്കിൽ നിന്നിൽ ഉദിച്ചു നിൽക്കേണ്ട നീതി സൂര്യനായ കർത്താവ് ഈശോ മിശിഹായുടെ വെളിച്ചം നിനക്ക് സ്വീകരിക്കാൻ പോകുന്ന ആ രാത്രിയുണ്ടല്ലോ, ആ രാത്രി എന്ന് പറഞ്ഞത് ഒരു ദിവസം അസ്തമിക്കുന്നതല്ല. നിന്റെ ജീവിതം, നീ പ്രകാശത്തിൽ നിന്ന് മാറി അന്ധകാരത്തിൽ നിൽക്കുമ്പോൾ നീ പ്രകാശത്തിൽ ആയിരിക്കുന്നത് പോലെ നിനക്ക് തോന്നുമെങ്കിലും നിന്നിൽ നിറയേണ്ട ദൈവീക പ്രകാശം നിനക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ നമുക്ക് പ്രകാശം തരുന്നുണ്ട്, ചൂട് തരുന്നുണ്ട് അല്ലേ? ആ സൂര്യനെ വെറുത്തിട്ട് സൂര്യരശ്മിയെ മാത്രം സ്വീകരിക്കാൻ നിനക്ക് പറ്റുമോ? എനിക്ക് പറ്റുമോ? ഇല്ല. ചന്ദ്രനെ വെറുത്തിട്ട് നിലാവിനെ മാത്രം സ്വീകരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഊർജത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും സ്രോതസ്സായിട്ട് ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സൂര്യനില്ലെങ്കിൽ സൂര്യരശ്മികളില്ല. രശ്മികൾ ഏൽക്കണമെങ്കിൽ സൂര്യനിലേക്ക് നമ്മുടെ ചിന്ത ഉയർത്തണം. സൂര്യ നമസ്കാരം ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത് വലിയ തെറ്റാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാഹ്യ ലോകത്തിൻ്റെ ലോക സൃഷ്ടികളുടെ മുൻപിൽ സൃഷ്ടാവിനെ കാണാതെ, സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളിലൂടെ ദൈവത്തെ കാണാൻ പറ്റാതെ നിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നിന്റെ ജീവിതം നീ ക്രമപ്പെടുത്തുമ്പോൾ, മാനുഷിക നിയമങ്ങളും ലോകത്തിൻ്റെ നിയമങ്ങളും കൂടെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവിക നിയമമാകുന്ന സ്നേഹത്തിൻ്റെ നിയമത്തെ നീ മാറ്റിവെക്കുമ്പോൾ നീ അസ്തമയത്തിലാണ്. കുഞ്ഞ് ഓർക്കുക, രാത്രി അടുത്തു. ആ സമയത്ത് നിന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. പരിശുദ്ധ അമ്മ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എല്ലാ സമയത്തും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നീതി സൂര്യനാണ് യേശു ക്രിസ്തു.
ആ യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകൾക്ക് 10,000-കണക്കിന് സൂര്യനേക്കാൾ പ്രകാശമുണ്ട്. നിന്റെ ആത്മാവിൻ്റെ ചേതനകളിലേക്ക് ഇറങ്ങി വരുവാൻ, നിന്റെ ആത്മാവിനെ രക്ഷിച്ച് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ നിയമത്തിലേക്ക് നീ കടന്നു വരണം. അമ്മ പറഞ്ഞതുപോലെ നിന്നെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കുക. നമ്മൾ തുടക്കം മുതലേ പറയുന്നത് പോലെ ആത്മാക്കളുടെ രക്ഷയാണ് നമ്മുടെ ലക്ഷ്യം. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമുക്കൊരുമിച്ച് മക്കളെ പിതൃഭൂമിയിലേക്ക്, സ്വർഗീയ ജെറുസലത്തേക്ക്, സ്വർഗത്തിലേക്ക് നടന്നെടുക്കണം. ഈ ലോകത്ത് കുറേ നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ സംതൃപ്തി അടഞ്ഞതുകൊണ്ട് ഒന്നും നടക്കില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന നമ്മുടെ തമ്പുരാൻ, മക്കൾ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കാത്ത തമ്പുരാൻ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അർഹമായ രീതിയിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണതയിൽ നൽകാൻ കഴിയുന്ന തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ലോകമോഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹ സാധ്യത പ്രാർത്ഥനകൾ നിർത്തണം. ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് അവിടുത്തെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന മക്കളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് അവനവൻ്റെ ജീവിത പരിമിതികളിൽ നിന്ന് ആവശ്യമുള്ള അനുഗ്രഹങ്ങളെല്ലാം നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. അതിന് ഞാൻ സാക്ഷിയാണ്. എൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഒന്നുമല്ലാത്തവളായിരുന്നു. ഇന്ന് എന്തെങ്കിലും ഉണ്ടെന്നല്ല, ഉണ്ടെങ്കിൽ എനിക്കത് എൻ്റെ ദൈവത്തിലുള്ള സന്തോഷവും സമാധാനവും സംതൃപ്തിയും മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിയപ്പോൾ ഇറങ്ങി നടന്ന വഴികളിലെല്ലാം കെണികൾ വയ്ക്കാൻ പലരുണ്ടായിരുന്നു, തിന്മയുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ സന്ദേശങ്ങളുടെ ആദ്യത്തിൽ കേട്ടതുപോലെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പിശാചിനെ എതിർക്കാനായിട്ട് സ്വന്തം ബന്ധങ്ങളോ സ്വാർത്ഥ സ്നേഹങ്ങളോ ഒരു വിലയുമില്ലാതെ തിന്മയെ നന്മരൂപേണ കാണിച്ചു തന്നപ്പോഴും പുറകോട്ട് വലിച്ചപ്പോഴും പിടിച്ചു നിൽക്കാൻ കൃപ തന്നത് എൻ്റെ അമ്മ മാതാവാണ്. കാരണം പരിശുദ്ധ കന്യകാമറിയത്തോട് ഏറ്റവും കലിപ്പുള്ളത് പിശാച്ചാണ്. അമ്മ മാതാവിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന യേശു തമ്പുരാൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളെ നേടാൻ വേണ്ടിയുള്ള ഏത് ദൈവിക ശുശ്രൂഷകളെ കാണുമ്പോഴും ഈ പിശാച്ച് കല്ലെറിയും. അത് കണ്ട് നമ്മൾ പേടിക്കരുത്. നമ്മുടെ ലക്ഷ്യം ആത്മാക്കളുടെ രക്ഷയാണ്. നമ്മുടെ രക്ഷ സ്വർഗത്തിലെ തൃപ്തിയാണ്. സ്വർഗത്തിലെ തൃപ്തി ദൈവത്തിൻ്റെ മഹത്വമാണ്. അവിടെ ദൈവസ്തുതികൾ ഉയരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഈ കൊച്ചു ജീവിതങ്ങൾ പുഷ്പങ്ങൾ പോലെ വിടരണം. ഈ ലോകത്തെ പറുദീസയാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും കടമയുണ്ട്. ഈ കടമയിലേക്ക് ദൈവിക ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട്, പ്രിയ ദൈവ പൈതലേ, നീ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ സന്ദേശത്തിൽ കേട്ടതുപോലെ നിന്നെ തന്നെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കുക. പരിശുദ്ധ കന്യകാമറിയം, വിശുദ്ധിയുടെ നിറകുടമായ അമ്മ, പരിപൂർണനായ കർത്താവിന് ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചവൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും മനുഷ്യ മക്കൾക്ക് വേണ്ടി, ലോകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതം ബലിയായി നമുക്ക് കൊടുക്കാം. ഇതൊരു ആലങ്കാരിക വാക്കുകളാൽ പറയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, കാലം വിളിച്ചോതുന്നുണ്ട്, ലോകം പറഞ്ഞു തരുന്നുണ്ട്, അടയാളങ്ങൾ മക്കൾ സ്വീകരിക്കുന്നില്ല. ലോകത്തെ ശപിച്ചോ ലോകത്തെ കുറ്റപ്പെടുത്തിയോ ഇരിക്കുക. കാപട്യം നിറഞ്ഞ ലോകത്തെ മുറവിളി കൂട്ടി കുറ്റപ്പെടുത്തുമ്പോൾ കുഞ്ഞ് ഓർക്കുക, നിന്നിലെ കപടത നീ മാറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മാറാം. നാം മാറുമ്പോൾ ലോകം മാറും. സമാധാനത്തിൻ്റെ വഴി ഈശോ തുറന്നിരിക്കുന്നു. അവൻ നമ്മുടെ സമാധാനമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ.